ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുലിഖിതം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തിന്റെ ഉറപ്പ് നമുക്ക് നൽകുന്ന ആത്മാവ്. ഈ ആത്മാവാണ് ഹൃദയത്തിന്റെ അന്തരാളുകളെ നെടുവീർപ്പ് പോലും പ്രാർത്ഥനകളായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നത്. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും നമുക്ക് ഹൃദ്യമായി വെളിപ്പെടുത്തി തരുന്നത് ഈ ആത്മാവാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും തുറന്ന് പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ പാവപ്പെട്ട ഈ ഹൃദയത്തിലേക്ക് നിറയണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 വരദാനമെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ പാവപ്പെട്ട ഹൃദയത്തിലേക്ക് വരണമേ. സ്നേഹവും നന്മയും കരുണയെല്ലാം അസ്തമിച്ച് കരിക്കട്ട പോലെ അന്ധകാരാവൃതമായിരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. സ്നേഹം വറ്റിവരണ്ട ഹൃദയത്തിൽ ജീവജലമായി നിറയണമേ. ആത്മാവേ, വറ്റിവരണ്ട ഹൃദയത്തിൽ ജീവജലമായി നിറയണമേ. ആത്മാവിനാലെ ഉറകൂട്ടണേ, ആത്മാവിൻ ജ്വാലയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവിനാലെ ഉറകൂട്ടണേ, ആത്മാവിൻ ജ്വാലയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവത്തിന്റെ ഓരോ വചനവും ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിന്റെ അനുഭവം ശ്രദ്ധിക്കുക. എന്റെ പേര് സിൽവി ജോസഫ്. ഞാൻ ഭാരതടവയിൽ നിന്ന് വരുന്നു. 2 വർഷമായി മാസാദി വെള്ളിയാഴ്ച ചട്ടപ്പാടിയിൽ ഞങ്ങൾ സ്ഥിരമായി വീട്ടിൽ നിന്ന് ഒരാൾ പോവാറുണ്ട്. 2010 ജൂണില് ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു സഹോദരൻ ധ്യാനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഹാൻഡ്സ് വായിൽ വെക്കാൻ നോക്കി, കൈ മടങ്ങിയില്ല, പുറത്തേക്ക് കളഞ്ഞപ്പോഴാണ് കൈ മടങ്ങിയെന്ന് പറഞ്ഞു. ഒരു കോതമംഗലത്ത് നിന്നുള്ളൊരു പെയിന്റിങ് നടന്ന ജോണി ചേട്ടൻ പറഞ്ഞത് 16 വർഷമായിട്ട് കഞ്ചാവിനും ഇതിനെ കടിമേറുന്നത് ഹാൻഡ്സ് വെക്കുമായിരുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചു നിന്നു, അങ്ങനെ കത്തിപ്പോയ കാര്യമൊക്കെ പറഞ്ഞില്ലേ, കൈയൊക്കെ. എന്നിട്ട് അപ്പൊ വട്ടായിലച്ചൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ നിമിഷം പ്രാർത്ഥിച്ചു, എന്റെ ജീവിത പങ്കാളിക്ക് ഒരു അനുഭവം കൊടുക്കണമേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു.
ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ജീവിത പങ്കാളി മദ്യപിച്ച് വന്നു. വൈകുന്നേരം കിടക്കണ സമയത്ത് നെഞ്ചിൽ വേദനയായി കിടക്കലും എനിക്കലും ഇരിക്കലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടി വിളിക്കാൻ ആസ്പത്രിയെ കൊണ്ടുപോകുന്നു പറഞ്ഞു. കുറെ നേരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. വട്ടയിരച്ച് അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഈശോ ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ ചീറ്റയൊന്നും പറഞ്ഞില്ല ആള്. പിന്നെ മദ്യത്തിൽ ചീറ്റയൊന്നും പറഞ്ഞില്ല. മദ്യത്തിൽ എന്ത് ലഹരി ഉണ്ട് അതൊക്കെ മാറി മാറി കഴിച്ചു. എല്ലാതും കഴിച്ചപ്പോഴും ഇങ്ങനെയാണ് അനുഭവം. അങ്ങനെ ആള് 2010 മാറി മാറി കഴിച്ചു എനിക്ക് മനസ്സിലായി. അതായത് വേറെ വേറെ ബ്രാൻഡി, കള്ളെല്ലാം കൂടി കഴിച്ചു. എല്ലാം മാറി മാറി. ഇത് എന്തിന്റെ പ്രശ്നം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് കഴിച്ചാലും ഇങ്ങനെയാണ് അനുഭവം. എന്ത് കഴിച്ചാലും ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. അങ്ങനെ 2010 സെപ്റ്റംബർ 27 താമസിച്ചുള്ള ധ്യാനാള് അട്ടപ്പാടിയിൽ കൂടി. അങ്ങനെ നേരം എടുത്ത് ബാത്റൂമിൽ പോണെങ്കിൽ സിസർ വലിക്കണം, അങ്ങനെയുള്ള ഒരാളായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് വന്നേ പിന്നെ ഇതുവരെ വലിച്ചിട്ടില്ല. മദ്യപാനത്തിന്റെ കാര്യം എന്തായി? മദ്യപാനം അതോടുകൂടി നിന്നു. ആ രാത്രിയോടുകൂടി മദ്യപാനം വിട്ടുപോയി. പ്രിയപ്പെട്ട എത്ര നാളായിട്ടുള്ള മദ്യപാനം? ഒരു 10 വർഷം പഴക്കമുള്ള. 6ാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയതാണ് പറഞ്ഞത്. ടേസ്റ്റ് നോക്കിയത് 44 വയസ്സായി. ഇപ്പോ കണക്കൂട്ടിയെടുക്ക്, എത്ര വർഷമായി? അതാണ് അങ്ങോട്ട് വിട്ടുപോയത്. പ്രിയപ്പെട്ട സഹോദരൻ നോക്കിയാൽ ഈ സഹോദരി വിശ്വാസത്തോടെ യേശുവിനോടൊരു കാര്യം പറഞ്ഞു, യേശുവേ ഇതാ ഇതേമാതിരി എൻ്റെ കുടുംബത്തിനൊരു അനുഭവം തന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ പാപത്തിൻ്റെയും ആ ഒരു മദ്യപാനത്തിൻ്റെ അവസ്ഥയൊന്നും മാറ്റി ഒരു അടയാളം തരണേ കർത്താവേ എന്നൊരൊറ്റ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ പ്രാർത്ഥന, ഭാര്യമാരുടെ പ്രാർത്ഥന, സ്ത്രീകളുടെ പ്രാർത്ഥന ദൈവസ്ഥലം വളരെ ശക്തിയുള്ളതാണ്. കാരണം അവർ കുടുംബത്തിൽ ഒരുപാട് ത്യാഗം സഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥനയാണ് അത്. ദൈവം ഒരു അടയാള സഹിതം ആ കുടുംബത്തിൽ ചെയ്ത് തിന്മയിൽ നിന്നും അല്ലെങ്കിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ നിത്യനരകത്തിന് അടിമയായി പോകേണ്ട ഒരു ആത്മാവിനെ ദൈവം നിത്യരക്ഷയിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ നോക്കുക, എത്രയോ എത്രയോ അത്ഭുതകരമായി ആ കുടുംബത്തിലേക്ക് ദൈവം ഇടപെട്ടു. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ നമുക്ക് ഉയർത്താം. എല്ലാവരും സ്തുതിക്കട്ടെ. ഓരോ കുടുംബത്തിന് മേലും അത്ഭുതമായ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കുക. കുട്ടികളും മുതിർന്നവരും ഏക മനസ്സോടെ കുടുംബം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഓ പിതാവേ, ഇപ്പോൾ അങ്ങ് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിൽ അങ്ങയുടെ ആത്മാവിന്റെ അത്ഭുത അഭിഷേകം നൽകണമേ. വിശ്വാസം മങ്ങിപ്പോയവർക്ക് വിശ്വാസത്തിൽ ഉണർവ് നൽകണമേ. തീഷ്ണത കുറഞ്ഞവർക്ക് തീഷ്ണത ഉണർവ് നൽകണമേ. ദൈവികമായ അനുഭവങ്ങൾ മങ്ങിപ്പോയവർക്ക് വീണ്ടും അനുഭവങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് കുരിശടയാളത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം കിട്ടിയ ആദ്യത്തെ ഒരു സംഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളുടെ തുടക്ക കാലഘട്ടം. അന്ന് ഒരു ദിവസം ധ്യാനത്തിന്റെ ഇടയിൽ ഒരു കുടുംബം ഒരു കുട്ടിയുമായി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ കുടുംബം പറയുകയാണ്, അച്ഛാ, ഈ കുട്ടി 2 ദിവസമായിട്ട് ഈ ധ്യാനത്തിന് എന്നെ കൂടാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ആ അമ്മ പറഞ്ഞു, എപ്പോ വചന ഹാളിൽ കയറിയാലും ഈ കുട്ടി പറയും, എനിക്ക് കക്കൂസിൽ പോകണം, കക്കൂസിൽ പോകണം. ഒരുപാട് ബഹളവും കരച്ചിലും. അങ്ങനെ അമ്മ സഖി കെട്ടിതിനെ കക്കൂസിലേക്ക് കൊണ്ടുപോകും. ഹാളിന്റെ പുറത്തിറങ്ങിയാൽ, ദൈവവചനം പ്രസംഗിക്കുന്ന വചന ഹാളിന്റെ പുറത്തിറങ്ങിയാൽ പിന്നെ കുട്ടിക്ക് ചിരിയും കളിയുമായി തമാശയായി കുട്ടിക്ക് പിന്നെ കക്കൂസിൽ പോകണ്ട. ഇത് 2 ദിവസമായി ഇതേ ദുർപ്പീട. അങ്ങനെ
2-ാം ദിവസം ആ അമ്മ കുട്ടിയുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി ധ്യാനം കൂടാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രത്യേകമായൊരു ചിന്തയാൽ ആ കുട്ടിയുടെ ശിരസിൽ കരങ്ങൾ വെച്ചിട്ട് ആ കുട്ടിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഇങ്ങനെയുള്ള ദുർചിന്തകളോ ഇങ്ങനെയുള്ള ദുർപീഡകളോ ഈ കുട്ടി അലട്ടാതിരിക്കട്ടെ, ദൈവവചനം കേൾക്കാൻ ഇവരെ തടസ്സപ്പെടുന്ന അന്ധകാര ശക്തി യേശു നാമത്തിൽ വിശുദ്ധ കുരിശിനെടുത്താൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് ഒരു ആശീർവാദം കൊടുത്ത് കുരിശടയാളത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അവരെ വചനകോളിലേക്ക് പറഞ്ഞയച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ 5 ദിവസം ധ്യാനം പൂർത്തിയാക്കി വ്യാഴാഴ്ച വൈകിട്ട് ആ കുടുംബം സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് പിന്നെ ഞാൻ ഓർക്കുന്നത്. ആ കുരിശടയാളത്തിൽ ആശീർവദിച്ച ആ സെക്കൻഡ് മുതൽ ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്ന ദുർപീഡ വിട്ടുമാറി ആ കുട്ടി സൗഖ്യമുള്ളവളായി മാറി. ഹല്ലേലൂയ. വചനഹോളിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ഡിസ്റ്റർബൻസ് ആ കുട്ടിയിൽ നിന്നും വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നതിനും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനും അത്ഭുതകരമായ ശക്തിയുണ്ട്. കുരിശ് അടയാളത്തിന് ശക്തിയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചത് സ്ലീഹന്മാരോ സഭയോ അല്ല ആദ്യം പഠിപ്പിച്ചത്. വിശുദ്ധ കുരിശിന്റെ അടയാളത്തെക്കുറിച്ച് ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത് സ്വർഗം തന്നെയാണ്, യേശു തന്നെയാണ്, പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഇതിനൊരു സംഭവമുണ്ട്. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടം, നീറോ മുതൽ ഡയക്ലീഷ്യൻ വരെയുള്ള ഒരുപാട് ചക്രവർത്തിമാർ കിരാതമായി ക്രിസ്തു മാർഗത്തെയും സഭയെയും ക്രിസ്ത്യാനികളെയും ഒരുപാട് പീഡിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നു. കൊളോസിയത്തിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി മാറി, അനേകരെ പന്തങ്ങളായി ചുട്ടുകരിച്ച്, അനേകരെ സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത്, അങ്ങനെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ രക്തം റോമിൽ ചിന്തപ്പെട്ടു. അങ്ങനെ കഠിനമായ ക്രിസ്തീയ വിരോധം നിലകൊള്ളുന്ന ആദിമ കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം ഉണ്ടായി. ഈ ചക്രവർത്തി കരുത്തനായ മറ്റൊരു ചക്രവർത്തിയുമായി, മറ്റൊരു രാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ രാജാവിന്റെ പേരാണ് മാക്സെൻസിയൂസ് രാജാവ്. ആ മാക്സെൻസിയൂസ് രാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് എല്ലാ തവണയും തോറ്റ് റോമൻ ചക്രവർത്തി അടിക്കടി പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെ ഈ രാജാവിനെ തോൽപ്പിക്കാമെന്ന് ചിന്തിച്ച വിവശനായി രാജാവ് അങ്ങനെ മയക്കത്തിൽ കിടക്കുകയാണ്. ആ സമയത്ത് സ്വർഗം ഇടപെട്ട് രാജാവിന് ഒരു സ്വപ്നം നൽകുകയാണ്, ഒരു ദർശനം നൽകുകയാണ്. എന്താണ് ദർശനത്തിൽ കണ്ടത്? ഇതാ മനോഹരമായ കുരിശിന്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ അടയാളത്തിന് ചുറ്റിനും ഒരു എഴുത്ത് പ്രത്യക്ഷപ്പെട്ട്, ആ എഴുത്ത് ഇങ്ങനെയാണ് ചക്രവർത്തി കണ്ടത്: ഈ